ബിഗ് ബോസിൽ ഇന്ന് നടക്കാൻ പോകുന്ന നോമിനേഷൻ ശരിക്കും പറഞ്ഞാൽ പല ട്വിസ്റ്റുകളും നിറഞ്ഞതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പ്രതീക്ഷിക്കാത്ത പല പേരുകളും പലരും പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളുമാണ്. കാരണം മത്സരം മുറുകുകയാണ്. ആ ഒരു തരത്തിൽ ഓപ്പൺ നോമിനേഷൻ നൽകിയിരിക്കുന്നു. അതില് ഇന്നിപ്പോ അനീഷ്, ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന പേര്, നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന പേര് ഷാനവാസ് ആണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഷാനവാസിന്റെ പേരെടുത്തിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് കലക്കിയെന്ന് തന്നെ പറയണം. കാരണം ഷാനവാസ് തന്നെ അത് സ്വീകരിക്കുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ. ഫ്രണ്ട്ഷിപ്പ് വേറെ, അവിടെ നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ. ഫ്രണ്ട്ഷിപ്പും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ചില കോലാഹലങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അനീഷ് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഷാനവാസിന്റെ പേര് അവിടെ നോമിനേറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇനി ഷാനവാസിനെ അനീഷ് നോമിനേറ്റ് ചെയ്ത കണക്ക് തന്നെ ഷാനവാസും അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് നമുക്ക് ലൈവ് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും പ്രോബോ പ്രകാരം പലരും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് അനീഷ് തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു ഷാനവാസിനെ. അതിന് പിറകെ ഒന്നൊന്നായിട്ട് ഷാനവാസിനായിരിക്കാം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്. നോമിനേറ്റ് ചെയ്ത രീതിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ഷാനവാസിന് തന്നെ ആയിരിക്കാം. അനീഷും നോമിനേഷൻ ലിസ്റ്റിൽ വരാനാണ് സാധ്യത കൂടുതൽ. അതായത് ഷാനവാസിന് പുറമെ അനീഷിന്റെയും പേര് അവിടെ അക്ബർ പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട്. അക്ബർ തീർച്ചയായിട്ടും ആ പറഞ്ഞ പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ അത് അനീഷിനെതിരെയാണ് അക്ബർ പറഞ്ഞിരിക്കുന്നത്. സോ അനീഷിന്റെ പേരും അവിടെ വന്നിട്ടുണ്ട്. സോ അനീഷും ഇത്തവണ നോമിനേഷനിൽ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഷാനവാസും അനീഷും നോമിനേഷൻ ലിസ്റ്റിൽ വരുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരും. എന്താണ് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്.